ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആരൊക്കെ സ്വർഗത്തിലേക്ക് എത്തും. വലിയൊരു ചിഹ്നം തന്നെയാണ് കേട്ടോ. ആർക്കൊക്കെ സ്വർഗത്തിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. തീർച്ചയായിട്ടും കത്തോലിക്ക സഭ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, യേശുവിനെ രക്ഷകനായി വിശ്വസിച്ച് കത്തോലിക്ക സഭയിൽ അംഗമായവർക്ക് മാത്രമാണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഹോമോസെക്സ് ചെയ്യുന്നവർ, അബോർഷൻ ചെയ്യുന്നവർ, കൊലപാതകം, മോഷണം, അഹങ്കാരമുള്ളവർ, ഇവരൊക്കെയാണ് സ്വർഗത്തിലേക്ക് എത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കടമയും നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. അത് വെറും 10% ഇപ്പോൾ ചെയ്യണുള്ളൂ. അപ്പം നമ്മൾക്കും ഒരു ഉത്തരവാദിത്തമുണ്ട്, മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ അറിയിക്കുക. നമ്മുടെ അവിടെ പന്തകുസ്ത ആൾക്കാരുണ്ട്, നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. നമ്മൾ മാരേജ് കഴിഞ്ഞ് ഞാനിവിടെ അജ്മാനിലൊക്കെ താമസിക്കുന്നത്, തൊട്ടപ്പുറത്തെ വീട്ടിൽ പന്തകുസ്ത ഒരു ഫാമിലി. എൻ്റെ ഒരു കൂട്ടുകാരൻ എപ്പോഴും ഞങ്ങൾ ഫേസ്ബുക്കിൽ ഫ്രണ്ട്സാണ്. അവിടെ നോക്കിയപ്പോൾ അവർ നല്ല ഒരു കുഴപ്പമില്ലാത്ത ഫാമിലിയാണ്. പക്ഷെ പെട്ടെന്ന് നോക്കിയപ്പോൾ ചേച്ചിയുടെ ശരീരത്തിൽ ഒരു സ്വർണ്ണവുമില്ല. ഞാൻ പെട്ടെന്ന് നമ്മളിങ്ങനെ കാണുമ്പോൾ അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് മനസ്സിലായി പക്ഷെ അവർ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. ചിലപ്പോൾ അവർക്ക് ചില കാര്യങ്ങൾ എന്താ കാണിച്ചിട്ടുണ്ടെങ്കിൽ കത്തോലിക്ക സഭയാണ് കറക്റ്റ് ഒറിജിനൽ സഭ. പക്ഷെ ഇവിടുന്ന് പല ആൾക്കാരും പോയതാണ്. എന്താ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞ പോലെ ഇവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ല, തമ്പുരാനെ അറിയാനുള്ളത്. അപ്പോൾ അവർ അവിടെ പോയപ്പോൾ അവിടെ തമ്പുരാനെ അനുഗ്രഹം കൂടുതൽ കിട്ടുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ അവരും സ്വർഗത്തിലേക്ക് പോകാൻ. ചിലർ പറയും മാതാവ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അത് വേറെ വിഷയം. യേശുവിനെ അറിഞ്ഞവർക്ക് എല്ലാവർക്കും സ്വർഗത്തിലേക്ക് പോവാം. പക്ഷെ നമ്മൾ മറ്റുള്ളവർ കുറ്റം പറയുമ്പോൾ അത് കളിമാണ്. അത് മാതാവിനെ ആയാലും നമ്മളൊക്കെ വിശുദ്ധന്മാരും മാതാവൊക്കെ നമുക്ക് മധ്യസ്ഥം വഹിക്കുന്നവരോ, അല്ലാണ്ട് നമ്മളവരെ ആരാധിക്കുക ചെയ്യുന്നില്ല. ആരാധന ദൈവത്തിന് മാത്രമുള്ളതാണ്. നമ്മുടെ വീട്ടിൽ ആ പാപ്പൻ്റെയും അമ്മമ്മയുടെ ഫ്രെയിം വയ്ക്കുമ്പോൾ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ അവരോട് പ്രാർത്ഥിക്കാൻ തോന്നും, ഇല്ലേ? നമ്മുടെ വീട്ടിലൊരാൾ മരിച്ചു പോയതല്ല, നമ്മൾ കാണുമ്പോൾ തന്നെ ഓർമ്മിക്കുക എന്ന് പറഞ്ഞാൽ പള്ളിയിൽ കാണുമ്പോൾ നമ്മൾ ഔസേപ്പിതാവ് അപ്പം എൻ്റെ മനസ്സിൽ വരും, നീതിമാനായ ഔസേപ്പിതാവേ, നമ്മളൊരു നീതിമാനായിരുന്നു. അപ്പോൾ ഞാൻ പറയും കുറച്ച് നീതിബോധം നമുക്ക് തരുന്നു. അപ്പോൾ അപ്പുറത്ത് നോക്കുമ്പോൾ അൽഫോൻസാമ, അത് കഴിഞ്ഞ് നോക്കുമ്പോൾ മാലാക, അത് കഴിഞ്ഞിട്ട് മാതാവ് യേശു ക്രിസ്തു കുരിശിൽ കിടക്കുന്നു. ഇവിടെ നോക്കുമ്പോൾ ഔസേപ്പിതാവിൻ്റെ കയ്യിൽ ഉണ്ണീശോ. എന്തായാലും ദേവാങ്കരിച്ച് മുന്നത്തെ വൈദികൻ ഞങ്ങളുടെ താമരശ്ശേരി പള്ളി നല്ല മനോഹരമായി ചെയ്തു പോയി. അത് നമ്മൾ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു ആത്മീയ അന്തരീക്ഷമൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം ഞാൻ ഓരോരുത്തരോട് പറയും, കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഞാൻ പ്രാർത്ഥിച്ച എനിക്ക് നീതിബോധം കുറയ്ക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചത്. ഫേസ്ബുക്കിൽ നീതിബോധം കൂടിയിട്ടേ, അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം കൂടി ഉണ്ട്. ഞാൻ ചെയ്ത യൂട്യൂബിൽ നീതിബോധം കൂടിയാലും പ്രശ്നം. അതായത് നമ്മൾ നോർമൽ ലെവലിൽ എപ്പോഴും നിൽക്കണം. അത് ആത്മീയതയായാലും ഈ എല്ലാ കാര്യത്തിനായാലും. ചിലവർക്ക് ഈ പറഞ്ഞ നീതിബോധം ഒട്ടുമില്ല. അവർക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യേ വേണ്ടു. ഈ കാലഘട്ടത്തിൽ ഇവിടെ നടക്കുന്ന അനീതികൾക്കെതിരെ നിങ്ങൾ പ്രതിരോധിക്കാത്ത കാരണം ഇതുപോലത്തെ രീതിയിൽ ഈ കേരളം നശിച്ചു പോയത്. കള്ള് കച്ചവടം, പെണ്ണ്, ഗുണ്ടായിസം. മുകളിലൊരാളെ ചെല്ലുമ്പോൾ ചോദിക്കും, നിങ്ങൾക്ക് ഷെയർ ചെയ്യേണ്ട അഴിമതി ഇന്ന കാര്യങ്ങൾ ഇവിടെ നടന്നു, എന്തുകൊണ്ട് ഷെയർ ചെയ്തില്ല? ഞാൻ ആരും കുറ്റപ്പെടുത്താനില്ല. ഇപ്പോൾ മൂന്നാമത്തെ വന്ന രാഷ്ട്രീയക്കാർ വരെ, ഇപ്പോൾ നമ്മളതിൽ ജയിച്ചവർ വരെ എൻ്റെ സുഹൃത്തുക്കളുണ്ട്. നല്ല രീതിയിൽ അവർ പ്രവർത്തിക്കുന്നവരുണ്ട്. അവർക്കും ഒരു കടപ്പാടുണ്ട് നമ്മുടെ എങ്ങനെ കൊണ്ടുപോകണം. അവർ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുണ്ട്. ഞാൻ ചെറുപ്പത്തിലെ കോൺഗ്രസിൻ്റെ ഒരു ഇതായിരുന്നു. ഇപ്പം നമ്മൾ കുറച്ച് 2020 കൂടെ നിൽക്കുന്നുണ്ട്. എന്നുവെച്ചാൽ അടുത്ത 5 കൊല്ലം കഴിഞ്ഞ് ഇനി കോൺഗ്രസ് വരുമ്പോൾ അവരെ കുറ്റം പറയണ്ടേ. സുധീരൻ, ഇത് നല്ല കഴിവുള്ള വ്യക്തികളാണ്. ഇപ്പം ചെറുപ്പം പിള്ളേർ, ഷാഫി പറമ്പിൽ, ഇവരൊക്കെ, അത് അവർ നമ്മുടെ ശശി തരൂരൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കളി മാറി കളിയാണ്. അപ്പോൾ ഈ പറഞ്ഞ നല്ല ആൾക്കാരിന്ന് എവിടെയും ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് അച്യുതാനന്ദൻ ഒക്കെ വന്നിരുന്ന് ഒരാളുടെ ബുദ്ധിമുട്ട് കണ്ട് പെട്ടെന്ന് വന്ന് എന്തെങ്കിലും പ്രശ്നം അവരുടെ കൂടിയിരിക്കുക. അതാണ് കൂടിയിരുന്നാൽ മതി. നിങ്ങൾ എത്ര പ്രവർത്തനം ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങൾ ആ പാവപ്പെട്ടവരെ ചേർന്നിരിക്കുക. അതാണ് തമ്പുരാൻ ചെയ്യുന്നത്. നമ്മുടെ രാഹുൽ ഗാന്ധി ചെയ്യുന്നത് കണ്ടല്ലേ, അവർ കൂടെ വിളിച്ച് അവരുടെ മേത്തൊക്കെ ഒന്ന് അവർക്ക് എന്തൊരു സന്തോഷം എന്ന് പറയും. ഒരാൾ തന്നെ കൂടെയുണ്ടെന്നുള്ളൊരു ചിന്താഗതി.
അത് നമ്മൾ കാണുമ്പോൾ നമുക്കൊരു ഇതാണ് സന്തോഷം. അങ്ങനെ ആയിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകർ മറ്റുള്ളവർക്ക് സാമൂഹിക പ്രവർത്തനം ചെയ്യുക. അവർ ആണ് ശരിക്കും ഞാൻ പറഞ്ഞ സ്വർഗത്തിലേക്ക് പോകണം. കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നവർ. ഗുണ്ടായിസം, അവിടെ റോഡ് പണി അടിച്ചു മാറ്റില്ല. ഞാൻ അതിനെപ്പറ്റി പറയുന്നുണ്ട്. അഴിമതി എന്തുണ്ടോ തമ്പുരാൻ ഇഷ്ടമില്ല കേട്ടോ. പണ്ട് യഹൂദരുടെ ഇടയിൽ തന്നെയാണല്ലോ തമ്പുരാൻ ചെയ്തായിരുന്നു. തമ്പുരാൻ ഫൈറ്റ് ചെയ്തായിരുന്ന നീതിക്ക് വേണ്ടിയിട്ടാണ്. അനീതിക്കെതിരെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. യഹൂദന്മാർ ഓരോരുത്തരും പല ചോദ്യങ്ങൾ ചോദിക്കും. തമ്പുരാനും അത്ഭുതം പ്രവർത്തിച്ചാലും അവർക്ക് വലിയതില്ല. അവരപ്പോഴും ചോദ്യങ്ങളില്ല. എന്തുകൊണ്ട് ഇന്നിപ്പോൾ നമ്മളവിടെ ചോദിക്കുന്നുണ്ട്. അവിടെ ആ കൊച്ചിന് ഒരു കുർബാന, വിശുദ്ധ കുർബാന രക്തത്തിൻ്റെ ഇതിൽ വന്നു. ചിലവർ പറയുന്നത് രക്തം ഇവിടെ ബ്ലഡ് പല്ലിൻ്റെ ഇടയിൽ. അവരോട് നമ്മൾ വർത്തമാനം പറഞ്ഞിട്ട് കാര്യം. ഞാൻ നമ്മൾ ചെയ്ത് നമ്മുടെ ശരീരം കേടായി തുടങ്ങി. ഫേസ്ബുക്കിൽ എന്നും കൊട്ടല്ലാന്ന്. പക്ഷെ അത് വേറെ രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കൊട്ടുമ്പോഴാണ് നമ്മുടെ പേര് അവിടെ തമ്പുരാൻ്റെ മുന്നിൽ എഴുതപ്പെടും. നമ്മളെപ്പോഴും ഒരു എനർജി ആക്കണം. നമ്മൾ 3 മണിക്ക് എത്തിയാലും നമ്മുടെ ശരീരമല്ല കേടാവണ്. ശരീരം കേടായി പോട്ടേന്ന് കല്ലുവല്ലേ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. എന്തൊരു നല്ല വ്യവസായ സ്ഥലമാണ് മാറേണ്ടത്. നമ്മൾ ഗൾഫ് അവിടെ ഇവിടെ ഒക്കെ കട്ടടിച്ച് പോയി. അവിടെ ഇവിടെ കൈയും കാലും പിടിച്ചിട്ട് നമ്മൾ ജോലി ചെയ്തായിരുന്ന. ഇവിടെ പോലെ നമുക്ക് ഫ്രീഡം ഒന്നുമില്ല. അപ്പൻ്റെ ഇവിടെ മിലിറ്ററിയിൽ ക്യാൻറ്റീനിൽ പോയി 3:16 1 മിനിറ്റ് കൂടി ഇപ്പോൾ അവർ നിർത്തി. ദാദാഗിരിയാണ്. ഒരു പാവടും പഞ്ചാബി ഇരിക്കുന്ന ആളെൻ്റെ അടുത്ത് വന്നു കൊണ്ടുപോയി റിക്വസ്റ്റ് ഒരു സമ്മതിച്ചില്ല. നമ്മളവിടെ കട്ടടിച്ച് 5 മണിക്ക് ജോലി കഴിയുന്നതിന് പോയി നമ്മൾ 6:30ക്കാണ് പോകുന്നത്. ചില ദിവസങ്ങൾ 7:30 വരെ ആവാറുണ്ട്. കസ്റ്റമർ അവർ ജോലി ചെയ്ത് കാലത്ത് ജോലി ചെയ്ത് വൈകുന്നേരം വരുമ്പോൾ നമ്മൾ വണ്ടി കൊടുക്കണ്ടേ. അവിടെ നിന്ന് വണ്ടിയില്ലെങ്കിൽ കാലില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ അതാണ് നമുക്ക് കുറേ നമ്മൾ ത്യജിക്കണം. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി. ഞാൻ കൂടുതലായ കാരണമാണ് എനിക്ക് ഈ പ്രഷറൊക്കെ വന്നത്. ഇപ്പോൾ ഷുഗർ അതുപോലെ തന്നെ അലർജി ഉണ്ട്. അത് പിന്നെ പാരമ്പര്യമായിട്ട് കിട്ടിയത്. പ്രഷർ വരാൻ കാരണം അതല്ല. എൻ്റെ കൂട്ടുകാരെന്നെ പറയും, നീ എന്തിനാണ് ഈ കട്ടടിച്ച് പണിയെടുക്കണത്? കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയും, മറ്റുള്ളവർ പറയും, ഇന്ന് ഭയങ്കര ഹൗസ്ഫുള്ളാണ്, നാളെ കിട്ടുള്ളൂ. അവർ കുറച്ച് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ 4 മണിക്ക് തരാമെന്ന് പറഞ്ഞു. ഇവർ വിളിയാണ് എന്തായി വണ്ടി റെഡിയാവും. അപ്പോൾ നമ്മളിപ്പോൾ ചെന്ന് നോക്കുമ്പോൾ മെക്കാനിക്കൽ സെക്ഷനിൽ നിന്ന് ഇലക്ട്രിക്കൽ അവിടെ ഇങ്ങനെ കിടക്കുക. അത് പിന്നെ നമ്മളെടുത്തുകൊണ്ട് വാഷിങ്ങിലും പിന്നെ അവരുടെ കൈയും കാലം പിടിക്കണം. ആരും കുറ്റപ്പെടുത്തല്ല. നമ്മുടെ ഓരോ സാഹചര്യങ്ങൾ. കസ്റ്റമർ അപ്പോൾ 4 മണിയാകുമ്പോൾ വരും, വണ്ടി റെഡി ആയിട്ടില്ല. അപ്പം നോക്കുമ്പോൾ വണ്ടി ചിലപ്പോൾ ഇലക്ട്രിക്കലാവും. അവിടുന്ന് നമ്മളെന്നെ എടുത്ത് ഇലക്ട്രീഷ്യനോട് പോകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യണം. ലൈറ്റും വെള്ളം വൈപ്പറിൽ വെള്ളം ഒഴിച്ചോ ഒന്ന് മൊത്തത്തിൽ ലൈറ്റൊക്കെ ചെക്ക് ചെയ്ത് പെട്ടെന്ന് വണ്ടി വാഷിങ് കിട്ടും. അവിടെയും ചിലപ്പോൾ 2-3 ലൈൻ ഉണ്ടാവും. ചേട്ടാ നമ്മുടെ വേണ്ടപ്പെട്ട കസ്റ്റമറോട് വെയിറ്റ്. അവരങ്ങനെ ചെയ്ത് പെട്ടെന്ന് ചെയ്ത്. അപ്പോൾ ഒത്തിരി ഹാർഡ് വർക്ക് ഉണ്ടെന്ന്. പിന്നെ ചില കസ്റ്റമറോട് ഞാൻ പറയും, ഈ പറഞ്ഞ പോലെ ഞാൻ അധികം എമൗണ്ട് കൂട്ടി പറയില്ല. അതാണ് ബുദ്ധി. അപ്പോൾ 3000 ദിർഹംസ് എന്ന് പറഞ്ഞാണെങ്കിൽ 2000 കൂടി അവർക്ക് സന്തോഷമാണ്. അത് ഞാൻ പറഞ്ഞാൽ 1800 രൂപ 2000 രൂപ അടുത്താവും. ഒരു 100 രൂപ കൂടി കഴിഞ്ഞാൽ അവർ എന്തോ ഡിസ്കൗണ്ട് ഇല്ല. അതാണ് സ്വയം തല്ല് മേടിക്കുന്നത്. പക്ഷേ ഇത് അതിലൊരു രസമുണ്ടെന്ന്. നമ്മുടെ സ്വഭാവം ഒരിക്കലും മാറില്ല. തമ്പുരാൻ്റെ കൂടെ നിൽക്കണ കാരണം നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന്. നമ്മുടെ ആഗ്രഹങ്ങളല്ല വലുത്. അവിടെ ദുബായിൽ ഞാൻ അറിയില്ല, ഇഷ്ടം പോലെ ദുഃഖ വെള്ളിയാഴ്ച വരെ കട തുറന്നിരിക്കുന്നവരുണ്ട്. ഞാൻ പെട്ടെന്ന് പോയി നമ്മൾ 2 മണിക്കൂർ വർക്ക് ചെയ്യുന്നതിനേക്ക് തലേദിവസത്തെ വണ്ടികളൊക്കെ ഒന്ന് സെറ്റാക്കി കസ്റ്റമറിന് കൊടുത്തില്ലെങ്കിൽ മറ്റുള്ളവർക്ക് ലോഡ് കൂടും. ചില കടകൾ നമ്മുടെ ക്രിസ്ത്യാനികൾ സ്വന്തം അപ്പം മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കടയിൽ പോയിരിക്കുമോ? അത് നമ്മൾ സ്വന്തം അപ്പനായിട്ട് കാണണം തമ്പുരാനെ. അന്നാൽ മാത്രമേ നിങ്ങൾക്ക് അനുഭവിക്കാനും പറ്റുള്ളൂ, ആ സുഖത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ. ഒരു രൂപ കൊണ്ടുപോകാൻ പറ്റില്ല. ഈ ശാപമൊക്കെ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ പറയേണ്ടി വരും. അപ്പം ക്രിസ്ത്യാനികൾക്ക് സുവിശേഷം പ്രഘോഷിക്കുന്നൊരു കടമയുണ്ട്. അതാരും ചെയ്യില്ല. ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും പ്രശ്നം ആൾ തെറി കേട്ടും അത് ഇതിൻ്റെ ഭാഗമാണ്. തെറി കേൾക്കും, നമ്മൾ ചിലപ്പോൾ പുച്ഛിക്കും, ഒരു വില വയ്ക്കില്ല. എൻ്റെ നാമം ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും ആൾ നമുക്ക് ശരിയായ രീതിയിലുള്ള പൊസിഷൻ തരും. അപ്പോൾ ഇവിടെ മാമോദിസ സ്വീകരിച്ചവരെ അതായത് നമ്മൾ ജലത്താലും രക്തത്താലും കൂടിയാണ് മാമോദിസ സ്വീകരിച്ചത്. മറ്റ് മതസ്ഥർ ആഗ്രഹത്തോടുള്ള ഒരു ബാപ്റ്റിസം ഉണ്ട്, ഡിസയർ ബാപ്റ്റിസം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മൾ പോർട്ടയിൽ അവിടെ ചെല്ലുമ്പോൾ പറയും കുർബാന സ്വീകരണം അക്രൈസ്തവർക്ക് സ്വീകരിക്കാൻ പറ്റില്ല, അവർ ആത്മീയമായിട്ട് സ്വീകരിച്ചോളാൻ പറയും.
അവർക്ക് നാവിലൊന്നും വരില്ല, പക്ഷെ അവർ ആത്മീയമായിട്ട് സ്വീകരിക്കുമ്പോൾ അതേ എനർജി തന്നെ തമ്പുരാൻ അവർ കൊടുക്കണം. അപ്പോൾ തമ്പുരാനെ എല്ലാവർക്കും രക്ഷ യേശു ക്രിസ്തു വന്നത് ഈ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കാനാണ്. അല്ലാണ്ട് ക്രിസ്ത്യാനികൾക്ക് മാത്രം സ്പെഷ്യലായിട്ടുള്ള, പക്ഷെ നമ്മുടെ കടമയാണ് മറ്റുള്ളവർക്ക് ജീവിക്കുന്ന ദൈവം. അപ്പോൾ അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നിന്നും കൂടുതൽ പോണത് ക്രൈസ്തവരാണ് കൂടുതൽ സ്വർഗത്തിലുള്ളത്. നമ്മൾക്ക് തമ്പുരാനെ പറ്റി പറയാനുള്ള കടമ നമ്മൾ നിർവഹിച്ചില്ല. ഇന്ന് കേരളത്തിൽ ഒട്ടുമില്ല നീതിബോധം. ആകെ 5-10 പേരാണ് ഈ ഫേസ്ബുക്കിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്യുന്നവർ. നമ്മുടെ കിറ്റിൻ്റെ കേസ് പറഞ്ഞിട്ട് എന്തായി? കിറ്റ് ഇപ്പോൾ ആൾക്കാർക്ക് താല്പര്യമില്ല. നീ കാശ് കിറ്റ് തന്ന ആൾക്കാരെ പറ്റിക്കുന്ന രീതിയിലായില്ലേ. പണ്ടൊക്കെ ഞങ്ങൾ ഗൾഫിൽ ജോലി ചെയ്യുന്നവർക്ക് ഞങ്ങൾക്ക് ഇവിടെ വരാൻ താല്പര്യം. നമ്മൾ തമാശയായി പറയും വല്ല രാഷ്ട്രീയ പ്രവർത്തനം ചേർന്നാൽ മതിയായിരുന്നു, ഇവിടെ വന്ന് കട്ടടിക്കേണ്ട വല്ല കാര്യമുണ്ടോ. പണ്ടൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്ന ആൾക്കാർക്ക് 10 കൊല്ലം ഞാൻ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചെത്താന്ന്. ഇപ്പോൾ ഇങ്ങോട്ട് എനിക്ക് പേടിയാണ് അവിടെ നിൽക്കാനായിട്ട്, അത്രയ്ക്ക് ചിലവാ. ഇപ്പോൾ ആഴ്ചയിലൊക്കെയാണ് ഒരു വണ്ടി എടുക്കണുള്ളൂ സ്റ്റാൻഡ് ഇരിഞ്ഞാലോടേക്ക്. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ പെട്രോൾ കാശ് അതൊക്കെ വരുമ്പോൾ എളുപ്പമല്ല അവിടെ ജീവിക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മക്കളൊക്കെ ഇവിടെ വളരേണ്ട ആൾക്കാരാണ്. ഇവിടെ വ്യവസായങ്ങളൊക്കെ തുടങ്ങി നല്ല രീതിയിൽ. അപ്പോൾ പഴയ കൾച്ചറൊന്നും കിട്ടില്ല. പുറത്ത് പോകുമ്പോൾ പല കൾച്ചറാണ്. ഇതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാണ്, കൾച്ചറുകൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. എനിക്ക് പേടി ഇപ്പോൾ ജോലിക്ക് പോകാൻ ദുബായിക്ക്. ഞാൻ പെണ്ണുങ്ങളോട് ആദ്യം ചോദിച്ചു, ഇപ്പോഴും മസാജിങ് സെൻ്ററിൻ്റെ കാർഡൊക്കെ അവിടെ ഓപ്പൺ ആയിട്ടാണ് മസാജ് സെൻ്ററിൻ്റെ കാർഡ്. ഒരു മുസ്ലിം സഹോദരൻ ആൾക്ക് ഒരു 3 മണിക്കൂർ ഇത് പറക്കല പണി. നമ്മുടെ അജ്മാൻ സർവീസ് സെൻ്ററിൻ്റെ അവിടെ, തുമ്പെ GMC ഹോസ്പിറ്റലിൻ്റെ അവിടെ, ഒരു ബ്രിഡ്ജിൻ്റെ അവിടെ. ഈ പടങ്ങൾ പല ടൈപ്പ് പടങ്ങളാണ്. ഈ സാധനം വണ്ടി എടുക്കാൻ പോകുമ്പോൾ നമ്മുടെ ഹാൻഡിലിൻ്റെ അവിടെ വെച്ചിട്ടുണ്ടോ. അതുകൂടാണ്ട് നമ്മൾ എടുക്കുന്ന കസ്റ്റമറിൻ്റെ വണ്ടികളൊക്കെ അട്ടി കണക്കിന് ഇരിക്കുന്നു. പിന്നെ അവിടെ ഉള്ള ലോക്കൽസിൻ്റെ കാര്യം അത് വേറെ കട്ടപ്പൊക്കെ. അവരിൽ ഡെവലപ്ഡായി കൺട്രി. ഇപ്പം നമ്മൾ ഡെവലപ്പായിട്ടില്ല, അവർ ഡെവലപ്ഡായി. നമുക്ക് കോടികൾ ആസ്തിയായി. അതായത് ഇപ്പം ഞങ്ങൾ റെൻറ്റ് കൊടുത്താൽ ഒരു 50,000 രൂപ എന്ന് വിചാരിക്കാം. 2-3 ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ഒരു എത്ര കോടികൾ അവരുടെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം അക്കൗണ്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഈ കാശ് അപ്പൻ്റെ അക്കൗണ്ടിൽ മക്കൾ വയ്ക്കും. അപ്പോൾ ഈ കാശായിട്ട് എന്തിനാ മോനെ? മൊറോക്കോ അല്ലെങ്കിൽ ഇംഗ്ലണ്ട്, UK. ഇവിടെ ചൂട്, അവിടെ തണുപ്പല്ല. മൊറോക്കോയിൽ പറയേണ്ട നല്ല ഒരു മൊറോക്കോയിലൊക്കെ പെണ്ണുങ്ങളൊക്കെ ഭയങ്കര ഭംഗിയാന്ന് പറയുന്നത്. കട്ടപ്പൊക്ക ഇവരുടെ കാര്യങ്ങൾ. കൂടുതൽ ഡെവലപ്മെൻ്റ് ആയാലും പ്രശ്നമാണ്. അപ്പോൾ ഞാൻ തൽക്കാലം നമ്മുടെ സാബു ബ്രദറിൻ്റെ കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള പരിപാടി. ഇനി അവിടെയും അഴിമതി വരാനുള്ള ചാൻസ് ഉണ്ട്. എന്നാലും ആള് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന താല്പര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ അപ്പന് ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ തല്ലി നിറ നാശാക്കിന്ന്. നല്ല ചെയ്യാൻ പോകുന്നവർക്ക് ഇതാണെന്ന് കൂടുതൽ രാഷ്ട്രീയം പറയുന്നില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇടയിൽ ഇതാണ് പ്രശ്നം. ഒന്ന്, നമ്മുടെ പിള്ളേരൊക്കെ പുറത്തേക്ക് പോകുന്നത്. പിന്നെ വരുമ്പോൾ അതോടുകൂടിയിട്ട് അവർക്ക് വിശ്വാസമില്ലൊരു കുഴപ്പമില്ല. വിളിച്ചു നോക്കിയാൽ മോനെ പ്രാർത്ഥന എത്തിച്ചാൽ, മോനെ പള്ളിയിലേക്ക് പോയാ. പണ്ട് വീട്ടിൽ പേടിയായിരുന്നു അപ്പാപ്പനൊക്കെ. പുലർച്ചെ എൻ്റെ അമ്മയുടെ ഉള്ള 5 മണിക്ക് എൻ്റെ പ്രാർത്ഥനയുണ്ട്. അത് കഴിഞ്ഞ് വൈകിട്ടൊരു പ്രാർത്ഥന. അതിന് മുന്നേ 7 മണിക്ക് മണിയടിക്കുമ്പോൾ ഒരു പ്രാർത്ഥന. മോനെ പ്രാർത്ഥന എത്തിച്ചോളാം. എന്താ പ്രാർത്ഥന എന്നും കൂടി അറിയില്ല. ഞായറാഴ്ച കടമുള്ള ദിവസമാണ് കുർബാനയ്ക്ക് പോകണം, കുർബാന സ്വീകരിക്കണം. അല്ല, കുർബാനയ്ക്ക് പോകണം, കുമ്പസാരിക്കണം ആണ്ടിലൊരിക്കൽ. നല്ല വിവരമുണ്ട്. തിരുസഭയുടെ കൽപ്പനകളാണ്. 10 കൽപ്പനകൾ മോശയ്ക്ക് ഡയറക്റ്റ് കൊടുത്ത കൽപ്പനകളാണ്. ഒരെണ്ണം സ്വർഗത്തിലേക്കില്ല കേട്ടോ. നിങ്ങൾ തമ്പുരാൻ്റെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്നേഹം. അന്ന് 47 വയസ്സ് വരെ ഞാൻ ഇത് ജീവിക്കുക, അനുഭവിച്ചിട്ടില്ല. ഇപ്പോഴാണ് എനിക്ക് അനുഭവിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹം. ആ ദൈവത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ അതുകൊണ്ടാണ് ഈ പറഞ്ഞ വിശുദ്ധന്മാരൊക്കെ ഇത് അറിഞ്ഞ വശം പൊക വീടൊക്കെ ഇട്ട് ഉപേക്ഷിച്ച് പോയി. നമുക്കങ്ങനെ ഓടി പോകാൻ പറ്റില്ല. 5 പിള്ളേർ ഭാര്യ ഉള്ളതല്ല. ഞാൻ എന്നാലും തമ്പുരാനോട് പറഞ്ഞു വെച്ചാൽ സ്നേഹം കൂടും. ഞാൻ അവിടെ നിന്ന് 6 മാസമൊക്കെ കണ്ണീന്ന് വെള്ളം വരും. അത്രയ്ക്ക് തമ്പുരാൻ്റെ അനുഗ്രഹം വന്നിട്ടുണ്ട്. ഇത് നമ്മൾ യേശുവെ രക്തസാക്ഷി ആവണമെന്നൊക്കെ പണ്ടേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഇതുണ്ടായിരുന്നേ നമ്മൾ പൂച്ചേനെയും കോഴിയുടെ കേസ് പറഞ്ഞ അത്ഭുതങ്ങൾ. അപ്പം അതിലൊരു മെസ്സേജ് ഇട്ടുണ്ട്. പൂച്ചേനെയും മനുഷ്യരൊക്കെ ഉണ്ട് ചേട്ടാ. ഞാൻ ആ സമയത്ത് നോക്കിയപ്പോൾ പുറത്ത് 2 ചെരുപ്പ് കൂട്ടിയിട്ടിട്ടിരുന്നു. അത് പൈശാചിക ശക്തികൾ നമ്മളെ ചുറ്റുണ്ടെന്ന്. എനിക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടാവാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പള്ളിയിൽ പോകുമ്പോൾ ഇങ്ങനെ ഭാഷാപരത്തിലൊക്കെ പ്രാർത്ഥിക്കും. അപ്പോൾ നമ്മളെ ചുറ്റും ഈ അരൂപികളുണ്ട്.
അതൊക്കെ നമുക്ക് ഭയങ്കര എഫക്റ്റ് വരും. പക്ഷെ നമുക്കൊരു എനർജി കിട്ടും തമ്പുരാൻ്റെ കൂടെ ഒരു പറയുമ്പോൾ ഈ ഭാഷ വരുന്നത്. പക്ഷെ അതുകൊണ്ട് മാത്രമാണ് എനിക്ക് 15 ദിവസമൊക്കെ നീണ്ടുപോയത്. അതിൻ്റെ ഇടയിൽ ഞാൻ ബൈബിളൊക്കെ എടുത്ത് ഓരോ വീട്ടിൽ പോയി. എനിക്ക് നോർമലി ഞാൻ ബൈബിൾ കൊണ്ടൊരു വീട്ടിൽ ബൈബിള് പറയുക, അല്ലെങ്കിൽ അവരോട് ചോദിക്കുന്നത്, അവർ ഇത് കർത്താവ് ഇങ്ങനെ പറയുന്ന പോലെയൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രത്യേക പവറാണ്. അതാണ് നമ്മുടെ സാബു ബ്രദർ ഒക്കെ ഒരു കർച്ചീഫ് വെച്ച് കർച്ചീഫ് തൊടുമ്പോഴേക്കും ഇത് ചെവിളിലെ സൗണ്ട് ക്ലിയറായി, കാഴ്ച ശക്തി ശരിയാവും. ചിലപ്പോൾ എനിക്കും ഒരു ആത്മീയമായിട്ട് നിന്ന് കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞൊരു പവറാണ്. ആ പവർ വരുമ്പോൾ അവർക്കും ഓട്ടോമാറ്റിക്കലി കിട്ടണമെന്ന്. അല്ലാണ്ട് ഓടിപ്പോയി പൈശാചിക ശക്തിയിൽ പറ്റുമെന്ന് പറഞ്ഞ് നടക്കുന്ന കേസൊന്നുമല്ല. അതുകൊണ്ടാണ് ഈ ധ്യാനകേന്ദ്രങ്ങളിരിക്കുന്നത്. നിങ്ങൾ അവിടെ പോയി ഇങ്ങനെ നിങ്ങളുടെ പാപങ്ങൾ പുറത്തു, നിങ്ങൾ ദൈവത്തിലേക്ക് അടുത്തു. അങ്ങനെയാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. ഓടിപ്പോയ ഒരാളെ ഞാൻ പൈശാചിക ശക്തിയിൽ നിന്റെ ബഹിഷ്കരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നടക്കില്ല, കളി മാറും. മനസ്സിലാവണ്ട? അതാണ് ഈ ധ്യാനകേന്ദ്രങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല കാര്യങ്ങളാണ്. നിങ്ങൾ കൊല്ലത്തിലൊക്കെ പോകണം. നമ്മുടെ പാപങ്ങളൊക്കെ, പഴയ പാപങ്ങളൊക്കെ എന്തോരം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനടക്കം. ഞാൻ ബീർ പണ്ട് കഴിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വോയിസിൽ എവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ടാവും. ബീർ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സുഖം കിട്ടും. ഞാനങ്ങനെ കിങ് ഫിഷർ ബീർ എനിക്ക് താല്പര്യമാകും. പക്ഷേ ഈ സാധനം കഴിക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഒരു സുഖം ചിലപ്പോൾ ചിരിച്ചു നോക്കിയിരിക്കും. പക്ഷെ ഞാനിത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് കിടന്നുറങ്ങാൻ പോകുമ്പോൾ ഏതാണ്ടൊക്കെ നമ്മുടെ ഇതിൻ്റെ വീരൊക്കെ പോകുമ്പോൾ നമുക്ക് എന്തോ ഒരു കുറ്റബോധം, എന്ത് സംഭവം, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാന്ന്. പിറ്റേ ദിവസം ചെറിയ ക്ഷീണം കൂടുതലും. അപ്പോൾ ലോകത്തിൻ്റെ സുഖങ്ങൾക്ക് പോകുമ്പോൾ ആ രീതിയിലുള്ള പല കാര്യങ്ങളും കിട്ടുന്നു. അതുപോലെ ആത്മീയ സുഖങ്ങളിലേക്ക് പോകുമ്പോൾ ആത്മീയ അനുഭവം കിട്ടും. ഈ രണ്ടും ഒരുമിച്ച് പോയില്ല. കഴിഞ്ഞ ഞായറാഴ്ചയാണ് അച്ഛൻ പറഞ്ഞത്, ഇതിന് മുന്നത്തെ ഞായറാഴ്ച. അതായത് നമ്മൾ ഈ അടയ്ക്കാമരം ഉണ്ടല്ലോ കയറുന്നത്, പണ്ടത്തെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. ഒരു അടയ്ക്കാമരത്തിൽ കയറി പിന്നെ 10-100 കഴിഞ്ഞിട്ടാണ് അപ്പുറത്ത് കയറിയിട്ടാണ് ഇറങ്ങുക. അപ്പോൾ കയറുമ്പോൾ അങ്ങനെ ഒരു ആട്ടത്തിൽ അങ്ങോട്ട് കൈ പിടിക്കുക. കൈ പിടിക്കുന്ന ടൈമിൽ കാല് വിട്ടില്ലെങ്കിൽ വിവരറിയും. ഇവിടുത്തെ പ്രശ്നം നമ്മൾ അവിടെ ആത്മീയതും വേണം തന്നെ കാല് വിടുകയും ചെയ്യില്ല. ശാലോം, ഗുഡ്നസ്, ഷക്കീന, ഈ 3 ചാനലാണ് നമ്മുടെ കേരള സഭയുടെ, ക്രൈസ്തവ സഭയുടെ ചാനൽ. ഇത് നമ്മൾ വയസ്സാകാലത്തൊക്കെ 70-80 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് കേട്ടിരിക്കാനേ പറ്റുള്ളൂ. നമ്മൾ അപ്പം ഇന്നത്തെ കാലത്ത് അപ്പനൊക്കെ ഇവിടെ വന്നിരിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഞങ്ങളുടെ കാലത്തൊക്കെ ചിലപ്പോൾ പിടിച്ച് പിള്ളേർ ഇട്ടുണ്ടാവും. നമ്മൾ തമ്പുരാനെ അനുകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് സുവിശേഷം പറയണം നമ്മുടെ ചുമതല. അതൊരു ചലഞ്ചാണ്. അപ്പം നമുക്ക് പ്രത്യേക ഒരു മഹത്വം വരും. നമ്മൾ ഇങ്ങനെ ഈ ലോകത്തിൻ്റെ സുഖങ്ങളെല്ലാം നമുക്ക് വേണ്ടതെന്ന്. എൻ്റെ വൈഫ് കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ മണിയടിക്കാൻ ചെറിയൊരു അപ്പോൾ വൈഫ് പറഞ്ഞു നമുക്കൊരു ദിവസം ഒന്ന് കറങ്ങാൻ പോയാലോ. ഞാൻ പറഞ്ഞു എന്ത് കറങ്ങാൻ പോകുന്നു, ഇവിടെ ഇരിഞ്ഞാലക്കൂടെ കത്തിരിപ്പള്ളിയിൽ അവിടെ ആരാധനയ്ക്ക് വെച്ചിട്ടുണ്ട്, നീ വായ നമുക്ക് അവിടെ നിന്ന് തമ്പുരാൻ്റെ കൂടെ ഇരിക്കാം, അവിടെ നിന്ന് പ്രാർത്ഥിക്കാം. അപ്പം ഞാനുണ്ട്, നീയുണ്ട്, തമ്പുരാൻ യേശു മുന്നിലുണ്ട്, അവിടെ എഴുന്നള്ളിച്ച് വെച്ചേക്കാം. അന്ന് എനിക്ക് വേണമെങ്കിൽ കടലിലാണെങ്കിൽ പോകാറുണ്ട്. പണ്ട് ഭയങ്കര ആഗ്രഹമാണ് ഊട്ടിക്ക് പോകണം, മറ്റോടത്തേക്ക് പോകണം, ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഇന്നെ സിനിമകൾ കാണണം. ചെറുപ്പത്തിൽ അങ്ങനെയാണെന്നല്ല നമ്മൾ. കിരീടം, ദേവാസുരം, CBI ഡയറിക്കുറിപ്പ്, ദേവാസുരം പടം വന്നു കഴിഞ്ഞാൽ ബ്ലൂ കളറ്, ഒരു കട്ടി ലൈറ്റ് ബ്ലൂ. എന്തായിരുന്നു ക്രിക്കറ്റ് കളി കാണാൻ TV അവിടെ ഷോറൂമിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണണം ക്രിക്കറ്റ് കളി. പെണ്ണ് ഫുട്ബോൾ കഴിയുമ്പോൾ 2 മണിക്ക് 3 മണിക്ക് നമ്മുടെ അന്നത്തെ കാലത്ത് ബെബറ്റോ ഭയങ്കര പോയി. പിന്നെ ക്രിക്കറ്റിലാണെങ്കിൽ ഇതിൽ പാറ്റ്സൺ, വെസ്റ്റ് ഇൻഡീസിലെ ഷോയിബ് ബത്രൊക്കെ നാളെ വന്ന ആൾക്കാര്, രവിശാസ്ത്രി, ഗവാസ്കർ. അത് കാണൽ ചെറുതായിട്ട് കുറച്ചു. എന്താണ് നമ്മൾ ആത്മാർത്ഥത്തോടെ കാണുമ്പോൾ അവർ ലാസ്റ്റ് പോയി തോൽക്കണ്. 2 ദിവസം അതിൻ്റെ ബുദ്ധിമുട്ട് എന്തിനാ ആവശ്യമില്ലാത്ത പണി. അന്നേരം കൊണ്ട് 2 കൊന്തെത്തിക്ക് തമ്പുരാൻ്റെ അടുത്ത് പോയി എന്തൊരു സുഖം. സിനിമ കാണുമ്പോൾ ആ പണ്ടത്തെ ഉഷാറൊന്നും കിട്ടില്ല. നമ്മളീ പറഞ്ഞ പോലെ രാജ ഹിന്ദുസ്ഥാനി, വലിയ ദുൽഹനിയ ലേ ജായെങ്കെ, എന്തൊക്കെ പടങ്ങളാണ്. പിന്നെ കമൽഹാസൻ്റെ പടം, റോജ, AR റഹ്മാൻ, അതുപോലെ തന്നെ നമ്മുടെ ഭാഷ. എന്താ ആ സമയത്ത് ഒന്നും പറയണ്ട. പിന്നെ നമ്മുടെ ഷാറുഖ് ഖാൻ, അമീർ ഖാൻ, അജയ് ദേവ് ഖാൻ, ഷാജൻ പടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പടങ്ങളാണ്. പക്ഷെ നമ്മൾ ആത്മീയതൊന്നും ഇല്ലേ, ഇതിന് പിന്നാലെ പോയി. അന്ന് അപ്പനമ്മയ്ക്ക് കുറച്ച് ആത്മീയ നമ്മൾ ചിലപ്പോൾ വല്ല അച്ഛനായാലും
അത് കണ്ടല്ലേ നമ്മൾ വീഡിയോസൊക്കെ ഈ അറബികളുടെ കയ്യിൽ, അതായത് പുലികൾക്ക് പുലികളുടെ സ്വഭാവം അറിയില്ല. പൂച്ചേനെ പോലെയാണ് പുലിനെ വളർത്തുന്നത്. സ്വഭാവം പറഞ്ഞല്ല, സ്വഭാവം അറിയിച്ചിട്ടില്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ മക്കളൊക്കെ നമുക്ക് നല്ല രീതിയിൽ വളർത്താം. പോയിന്റൊക്കെ നോട്ട് ചെയ്ത് വെക്കുക, അല്ലാണ്ട് വെറുതെ കേട്ട് പോയിട്ട് എന്താ കാര്യം. എൻ്റെ വൈഫൊക്കെ കൊച്ചിന് വയറ്റിലായപ്പോൾ അവർ ധ്യാനത്തിന് പോയിരുന്ന ഒരാഴ്ച ധ്യാനം കൊച്ചും കൂടിയും കേൾക്കണം വയറ്റിൽ. ചിലർ ഒരു സംഗീതം കേൾപ്പിക്കുന്ന നല്ലതാണ്. അപ്പോൾ ഒരു ശാന്ത സ്വഭാവം, നമ്മുടെ പോലത്തെ സ്വഭാവം ഒന്നും വരില്ലാന്ന്. ഈ ഇല നിൽക്കുന്നത് ഒരു രസകരണം കിടക്കട്ടെ ഒരു വഴിക്ക്. അപ്പം നമ്മൾ ശാന്തശീലരാകും. അതുപോലെ തന്നെ നമ്മൾ അഭിഷിക്തര്, അതുപോലെ തന്നെ ഈ നമ്മളെ പോലെ സിസ്റ്റേഴ്സ്, ഞാനടക്കം നമ്മൾ അവരെ വിധിക്കാൻ പാടില്ല, കുറ്റം പറയാൻ പാടില്ല. കാണാത്ത കാര്യങ്ങൾ നമ്മൾ അങ്ങനെ പറയുന്നു. നമുക്കിതിൻ്റെ സത്യാവസ്ഥ അറിയില്ല. പല വഴിക്ക് കേട്ട് വരുമ്പോൾ അത് വേറെ രീതിയിലേക്കാണ് പോകുന്നത്. അപ്പോഴേക്കും ഒരു കന്യാസ്ത്രീ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ വലിയ ഇഷ്യൂ ആയി. ഇവിടെ ജീവിതം നയിക്കുന്നവർ എത്ര പേര് ആത്മഹത്യ ചെയ്യുന്നത് നിങ്ങൾ ആരെങ്കിലും പറയില്ല. ഒരച്ഛൻ തെറ്റ് ചെയ്തപ്പോൾ ഇവരൊക്കെ അമ്മയുടെ വയറ്റിൽ നിന്നാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞില്ല. കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്. ഫ്രാങ്കോ പിതാവിനെ ദൈവം കാണിച്ചു തന്നാണ്. ആളാ ധ്യാനത്തിന് പോയപ്പോൾ ആളവിടെ നിൽക്കണ്. ഈ കക്ഷീനെ പറ്റി കുറ്റം പറയാത്ത യൂട്യൂബ് ഒന്നുമില്ല. അപ്പം നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരൊന്നും സ്വർഗത്തിലുണ്ടാവില്ല, പക്ഷെ വിചാരിക്കാത്ത ആൾക്കാർ പലരും ഉണ്ടാവും. ഞാനടക്കം ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല. നമ്മൾ ഈ അച്ഛന്മാർ അവരൊക്കെ കുറ്റം പറഞ്ഞ് മറ്റുള്ളവർ കുറ്റം പറഞ്ഞ് നമ്മുടെ ആത്മീയത നമ്മൾ കളയാന്ന്, നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളൊക്കെ തടസ്സമായിട്ട് മാറാം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ജോലിക്ക് പ്രശ്നം വരുന്നത്. ഇത് 5 തലമുറ വരെ നിൽക്കൂട്ടാ. ചിലപ്പോൾ നിങ്ങൾ തെറ്റ് ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾക്ക് പല ഇതുണ്ടെങ്കിൽ നമ്മുടെ തലമുറകളിൽ ഇത് ധ്യാനത്തിൽ പോയിട്ടാണ് ഇതിൻ്റെ റെമഡിയൊക്കെ കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഒരിക്കലും നമ്മൾ അഭിഷക്തരെ നമ്മൾ കൈ വയ്ക്കാൻ പാടില്ല, തൊടാൻ പാടില്ല. അഭിഷക്തരൊക്കെ തല്ലിയ ആൾക്കാരൊക്കെ കുടുംബമൊക്കെ കൊളായി, മനസ്സിലാവുണ്ട്. അപ്പോൾ ആത്മീയമായി നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ പരമാവധി, നിങ്ങൾക്ക് കിട്ടേണ്ട അനുഗ്രഹങ്ങൾ അവിടെ കട്ടായി പോകണം, വേറെ ഒന്നുമില്ല. പല കാര്യങ്ങളുണ്ടാവും, ഞാനത് പറയുന്നില്ല, നിങ്ങൾ തന്നെ ഊഹിച്ചെടുത്താൽ മതി. പിന്നെ അങ്കമാലി എറണാകുളം രൂപതയുടെ ഇഷ്യൂ ഇപ്പോഴും ഇവിടെ ഞാലക്കുട രൂപതയിൽ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അവരെന്താ പരിപാടി എന്ന് പറയും, അച്ഛന്മാരെ കേസ് പറയുന്നത്. അവർ അപ്പം ഇങ്ങനെ ഉയർത്തി പിടിക്കില്ല, ഇങ്ങനെ ഇങ്ങോട്ട് നെഞ്ചെത്തിക്കുക, ആരും കാണരുത്. ഗുസ്തി തമ്പുരാൻ്റെ മുന്നിലേക്കുന്ന ആള് തമ്പുരാനത് വിഷയമല്ല കേട്ടോ. എത്ര പാപിയായാലും കുർബാന ചെല്ലി കഴിഞ്ഞാൽ അച്ഛന്മാർ, അത് തമ്പുരാനൊന്നും വിഷയമില്ല. തമ്പുരാൻ ശിഷ്യന്മാരെ കാല് കഴുകിയത് അതാണ് ഏറ്റവും വലിയ ഇത്. ആള് പാപിയാണോ എന്നല്ല, ആളെ നമ്മൾ ഓടിപ്പോ വെള്ളം കടിച്ച് തലകൂടി നമ്മൾ ഓടിപ്പോയി യേശുവിനെ വിളിച്ചു നോക്കിയാൽ തമ്പുരാൻ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നു. അല്ലാണ്ട് നാളെ നിങ്ങൾ പാപം ചെയ്യാൻ പോകുന്നതിൽ നിങ്ങൾക്ക് അനുഗ്രഹം തരാണ്ടിരിക്കില്ല, ആളെ അനുഗ്രഹം തന്നിരിക്കും. പക്ഷെ ഏറ്റവും നല്ലത് തമ്പുരാൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ തമ്പുരാനൻ നമ്മുടെ കാര്യം നോക്കിയെന്ന്. ഇൻ കേസിൽ എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അദ്ദേഹം അതിനുള്ള സഹനം ഏറ്റെടുക്കാനുള്ള ശക്തി കൂടി തരുന്നു. അതാണ് പോയിന്റ്. അല്ലെങ്കിൽ ഞാനൊക്കെ ഇവിടെ വന്ന് നിൽക്കേണ്ട വല്ല കാര്യം ഉണ്ടാകും. നമുക്ക് 1-2 ബിസിനസ് പൊടിഞ്ഞു, അത് പ്രശ്നങ്ങൾ, ഈ പ്രശ്നം കൂടി വരാൻ കാരണം അതിൽ ദൈവത്തിനോട് ഞാൻ നന്ദി പറയാ. അറ്റ്ലീസ്റ്റ് തമ്പുരാൻ അറിയാൻ പറ്റിയില്ലേ, ഇത്ര കാലം നാളെ ഒന്നും ഉണ്ടായില്ലാന്ന്. ദൈവത്തിനെ അനുഭവിച്ചാലേ നമുക്ക് നടക്കുള്ളൂ. ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്, 2ാം വരവിന് മുമ്പ് വീട്ടിലുള്ളവർ പോലും വിശ്വാസം ത്യജിക്കുന്ന പറയുന്നു, അങ്ങടും ഇങ്ങടും. അതിൻ്റെ ഒക്കെ ഒരു ഭാഗമാണ് അങ്കമാലി എറണാകുളം. എപ്പോഴും ഒരു കൂട്ടായ്മ വേണമെന്ന്, ഒറ്റപ്പെടുത്ത് നിൽക്കരുത്. ഇപ്പോൾ വീട്ടിലായാലും ഒരു വേറെ വിഭിന്ന സ്വരം ഉണ്ടായി അവിടെ ഒരു സമാധാനം ഉണ്ടാവില്ല. ഇതന്നെ. അപ്പം ഞാനൊരു കമൻറ്റ് ഒരു ഇതുപോലെ എറണാകുളം ഇഷ്യൂ വന്നപ്പോൾ ഞാൻ ഇട്ടു, മാർപ്പാപ്പ പറയുന്നത് നമ്മൾ അനുസരിച്ചേ പറ്റുള്ളൂ എന്ത് കാര്യമായാലും. അപ്പോൾ ഒരാളെ പറയല്ലേ, മാർപ്പാപ്പ കിണറ്റിൽ ചാടാൻ പറഞ്ഞാൽ നീ ചാടും. ഞാൻ അവനോട് ചോദിച്ചു, നിൻ്റെ അപ്പൻ കിണറ്റിൽ ചാടാൻ പറഞ്ഞാൽ നീ ചാടും? അപ്പം അവൻ പറയുന്നത് നീ അപ്പനെ വിളിച്ചൂല്ലേ. പിന്നെ അപ്പനല്ലാണ്ട് എന്തിനു വിളിക്കുക, അപ്പനെ വേറെ പേര് നീ വിളിക്കും. ഇതാണ് നമ്മുടെ ലോകം. എല്ലാത്തിനും ക്രിട്ടിസൈസ് ചെയ്യാൻ ആൾക്കാരുള്ളൂ. അന്ന് അവർക്ക് ബോധമുണ്ട് ഞാനിത് പറയുന്നതെന്നുള്ളത്. നമ്മളിത് ഇന്നലെ കണ്ടല്ല, നമ്മൾ ഈ ലോകം കണ്ടിട്ട് ഇവിടെ വന്നിക്കുന്ന ആളാണേ. അപ്പം നമ്മുടെ അടുത്ത് കളിക്കുമ്പോൾ അതാണ് എൻ്റെ പേര് ഷെറിൻ ആന്റണി. നിങ്ങൾ ഫേസ്ബുക്കിൽ പൊക്കോ, നിങ്ങൾ ഈ യൂട്യൂബിൽ നിങ്ങൾ എന്നെ തല്ലണ പകരം അവിടെ പോയി തല്ല്.
ഒരു കുഴപ്പമില്ല ഞങ്ങൾക്ക്. ഇവിടെ തല്ലുമ്പോൾ വിവരം. ഇത് ഞാൻ ഇവിടെ മുണ്ട് ഷർട്ട് ഇട്ട് നിൽക്കണത്, കുമ്പസാരിച്ചിട്ടാണ് നിൽക്കുന്നത്. ഞാൻ എന്തെങ്കിലുമൊക്കെ പാപങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞിട്ടാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ദൈവത്തെ ഓർത്ത് നിങ്ങൾ മാർപ്പാപ്പ പറയുന്ന ആളെ പള്ളിയുടെ പുറത്ത് നിന്നാൽ ഞാൻ പള്ളിയിൽ കുർബാന കാണും. ഒരു പരാതിയില്ല. അങ്ങനെ ആയിരിക്കണം. എളിമ വേണം ജീവിതത്തിൽ. എളിമില്ലാണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. അഹങ്കാരം, തോന്നിയാസം, എനിക്ക് കാശുണ്ട്, ഒരു സാധനം കൊണ്ടുപോകാൻ പറ്റില്ല. നാളെ കാലത്ത് എനിക്കിന്ന് നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടോ? പ്രത്യേകിച്ചും കോവിഡിൻ്റെ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഡീസൻ്റ് ആയില്ലേ. കമ്പ്യൂട്ടറും മൊബൈലും വന്നു കൂടിയിട്ട് അതും കൊള്ളായി. കഴിഞ്ഞ ദിവസം ഒരു പരിപാടി പോയപ്പോൾ പയ്യൻ, ബിടെക്കിൽ പഠിക്കുന്ന പയ്യനാണ്, അവൻ പായസം വേണ്ടെന്ന്. എന്താ പറയുക, വീട്ടിലങ്ങനെ വളർത്തേണ്ടത്. നമ്മളെല്ലാം കയ്പയ്ക്കും മീനും കോഴിയൊക്കെ കൊടുത്ത് പിള്ളേരെ വളർത്തണം. തിന്നണവരല്ല, തീറ്റിക്കണം. അവർ പഠിക്കണം എന്ന് വീട്ടിൽ. ഞാൻ എൻ്റെ പിള്ളേർക്ക് റസ്കൊക്കെ മേടിച്ചു കൊടുക്കാറ്. അതിൽ ആന കുതിര ചിലവർ പറയുന്നത് റസ്ക് കഴിക്കില്ല. നല്ല അനുഭവിച്ചോ. അവന്ന് പായസം കഴിക്കില്ല. അവൻ കല്യാണം കഴിഞ്ഞാൽ പറയും ഞാൻ പെണ്ണിൻ്റെ കൂടെ കിടക്കില്ല എന്ന് പറയും. റൂമിൽ കിടക്കായിരിക്കും. പിന്നെ 10 കൊല്ലം 20 കൊല്ലമൊക്കെ അങ്ങനെ കിടക്കുക തന്നെ. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാൻ അവന് പറ്റില്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ് നമ്മുടെ കൂടെയുള്ളത്. ഇപ്പം പിന്നെ കല്യാണം വേണ്ടല്ല, ലിവിങ് ടുഗദർ. ഒരു റേഡിയോയിൽ ഞാൻ കേട്ടത്, എൻ്റെ ദൈവമേ, റേഡിയോയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് അതിനാണ്. കറക്റ്റാണ്. ഇന്ന് പിശാചിൻ്റെ ലോകത്താണ് നമ്മൾ. പിശാചി മൊബൈൽ വെച്ചോണ്ടിട്ട് എല്ലാം ഡീസൻ്റ്. നമ്മുടെ കാലത്ത് അന്ന് മൊബൈലൊന്നും ഉണ്ടായില്ല. ദൈവം അനുഗ്രഹിച്ച്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നല്ല കാര്യങ്ങൾ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. യൂട്യൂബിലായാലും അറിവും കാര്യങ്ങളും. ഇപ്പോൾ വീട്ടിൽ പണിയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ വൈഫ് പറഞ്ഞു തൽക്കാലം നീ ഇവിടെ, എന്നോട് പറഞ്ഞു ഇവിടെ നിൽക്ക്. അപ്പോൾ ഞാൻ ചിലപ്പോൾ കുറച്ച് വീടിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വൈഫിനോട് നമുക്ക് ഫർണിച്ചറൊക്കെ ഒന്ന് മേടിക്കണില്ല, അവിടെ യൂട്യൂബിൽ ഇഷ്ടംപോലെ ഓഫർ ഉണ്ട്, ഒന്ന് അഡ്വാൻസ് കൊടുത്തിടാം. എന്ത് ഫർണിച്ചർ വേണമെന്ന്, പെരിയാർ ഡാം പൊട്ടാൻ കിടക്കാൻ, ഇനി നിങ്ങൾ ഫർണിച്ചർ കൂടി മേടിക്കും. 2-3 ഷെയർ ചെയ്ത് പകച്ചു. ഞാൻ നോക്കിയിട്ടാ, മാപ്പ് എടുത്ത് നോക്കി. ഇരിഞ്ഞാലക്കുട മുല്ലപ്പെരിയാർ ഡാമിലേക്ക് 5 മണിക്കൂറുണ്ട്. കാര്യമില്ല. അവിടുന്ന് കൂട്ടി നമുക്ക് വരുന്നത് ഇവിടെ ചാലക്കുടി എന്നുള്ള പുഴയെന്ന് ഇങ്ങോട്ട് ഭയങ്കര വിറ്റാ ഫേസ്ബുക്കിൽ. നിങ്ങൾ ഷെയറിന് ആൻഡി എന്നാണ് ഫേസ്ബുക്ക്. എന്തായാലും ഫ്രണ്ട്സ് ഒന്നും ആവാൻ പറ്റില്ല കേട്ടോ. ഓൾറെഡി 5000 ആയി. ഇനി പിന്നെ ഞാൻ നോക്കിയിട്ടൊന്നും പറ്റില്ല. പിന്നെ കമ്പനികളൊക്കെ ഇനി ഞാൻ കുറേ മാറ്റി, നിങ്ങളൊക്കെ അറിയുന്ന ആൾക്കാരാണ് ഞാൻ ഇടും. അത് മുന്നേ കുറേ അങ്ങനെ നമ്മൾ ചെയ്ത് ഒരു ഇതിൽ ലഹരിയിൽ ചെയ്താൽ പിന്നെ അവർ ഔട്ടാക്കാൻ പറ്റില്ല. കമ്പനിയുടെ പേരിലൊക്കെ ആണെങ്കിൽ ഞാൻ ചിലത് എക്സിറ്റ് അടിക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്നും കൂടി ആ കമ്പനി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ചേർക്കാം. മനസ്സിലാവണ്ട. ചിലവരൊക്കെ 2 പേരൊക്കെ ഉണ്ട്, സമയം കിട്ടണില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അങ്കമാലി രൂപത കാര്യം അവരവിടെ പരിപാടി നോക്കിക്കോട്ടെ. നമ്മൾ നമ്മുടെ സ്വർഗത്തിലേക്ക് പോകുന്ന വഴികൾ നോക്കുക. അല്ലാണ്ട് നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോയി മറ്റുള്ളത് വിമർശിച്ച്, വിമർശനം നല്ലതിനാണ്, പക്ഷെ എല്ലാത്തിനൊരു ബൗണ്ടറി ഉണ്ട്. അപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കൊന്നു വേണ്ടി പ്രാർത്ഥിക്കണം. യേശുവെ, എന്നെയും ഈ കേൾക്കുന്നവരെയും നിൻ്റെ തിരുരക്തത്താൽ കഴുകണമേ. അവരെ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള ദൈവത്തിൻ്റെ ജ്ഞാനം പകരണമേ. ദൈവത്തെ കൂടുതൽ അനുഭവിക്കാനും അങ്ങനെ നിൻ്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ആ സ്നേഹം പകർന്നുകൊണ്ട് നല്ലൊരു കുടുംബജീവിതം നയിക്കുവാനും മക്കളെ പ്രാർത്ഥനയിലും നീതിബോധത്തിലും അവർ വളർന്നു വരുവാനുള്ള സാഹചര്യം ഒരുക്കണമേ. ഈ ഇന്ത്യയും മഹാരാജ്യത്തെയും അതുപോലെ തന്നെ ലോകത്ത് മുഴുവനും ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് വയനാടിൽ മരിച്ചുപോയവരുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ കുടുംബങ്ങൾക്ക് തക്കതമായിട്ടുള്ള പരിഹാരം ഇരിക്കുന്നവർക്ക് കിട്ടാനും അവർക്ക് നല്ലൊരു വീട് പണിത് കൊടുക്കാനും സർക്കാർ തലത്തിലായാലും മറ്റ് ബിസിനസ് രീതിയിലുള്ള സംരംഭകർക്കും സാധിക്കട്ടെ. ദൈവമേ, ഞങ്ങൾ അനുഗ്രഹിക്കും. ഞങ്ങൾ പാപികളാണ്, ഞങ്ങളോട് കരുണയായിരിക്കണമേ. യേശുവെ നന്ദി. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു.